ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം 4-ാം സർഗം നമ്മൾ ആരംഭിക്കുന്നു. 3-ാം സർഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വനയാത്രയ്ക്ക് യാത്ര ചോദിക്കാൻ വേണ്ടി അമ്മയായ കൗസല്യാദേവിയുടെ മുമ്പിൽ ശ്രീരാമചന്ദ്രപ്രഭു വരുന്നു. ആ സമയം ആ അമ്മയുടെ അവസ്ഥ മൗനവ്രതം അവലംബിച്ച് ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മനസ്സ് ലയിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൗസല്യ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ടില്ല. ഇനിയും 4-ാം സർഗം തുടങ്ങുന്നത് സുമിത്ര രാമനെ കണ്ടു. പരിഭ്രമത്തോടെ രാമൻ വന്നിരിക്കുന്ന വിവരം കൗസല്യയോട് പറഞ്ഞു. രാമൻ എന്ന പേര് കേട്ടതോടെ കൗസല്യ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. രാമനെ ആലിംഗനം ചെയ്തു, മടിയിലിരുത്തി, ശിരസിൽ ക്രാണിച്ചു. നീല താമരപ്പൂ പോലെ മൃദുവായ രാമൻ്റെ ശരീരത്തെ വാത്സല്യത്തോടെ തലോടി. മകനെ, നിനക്ക് വിശക്കുന്നില്ലേ? എല്ലാ അമ്മമാരും ചോദിക്കുന്ന മക്കൾക്ക് വിശക്കും. ഇതാ എപ്പോഴും അമ്മമാരുടെ ചിന്ത. ഞാൻ വിളമ്പിത്തരാം, സുഖമായി ഭക്ഷണം കഴിക്കൂ എന്ന് രാമനോട് പറഞ്ഞു. രാമൻ അമ്മയോട് പറഞ്ഞു, ഊണ് കഴിക്കാൻ നേരം എവിടെ? എനിക്കുടനെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. കൈകേയി അമ്മയ്ക്ക് വരം നൽകിയതിനാൽ സത്യസന്ധനായ അച്ഛൻ ഭരതന് രാജ്യവും എനിക്ക് കാടും നൽകി. 14 കൊല്ലക്കാലം ഞാൻ കാട്ടിൽ താമസിക്കണമെന്നാണ് ചെറിയമ്മ വരമായി വാങ്ങിയിരിക്കുന്നത്. ഞാൻ അത്രയും കാലം കാട്ടിൽ താമസിച്ച് മടങ്ങി വരാം. അമ്മ അതിനെപ്പറ്റി ചിന്തിച്ച് വ്യസനിക്കരുത്. എത്ര നിസ്സാരമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. രാമൻ പറഞ്ഞത് കേട്ട കൗസല്യ പരിഭ്രമിച്ച് ബോധം കെട്ടു വീണു. കുറച്ച് സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു, രാമാ, നീ വനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ. നീ ഇല്ലാതെ അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ. പിഞ്ചുകുഞ്ഞിനെ പിരിഞ്ഞ് പശുവിന് ജീവിക്കാൻ കഴിയുമോ? അതുപോലെ നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. രാജാവിനോട് ഭരതനോട് ഇഷ്ടമാണെങ്കിൽ രാജ്യം നൽകിക്കൊള്ളട്ടെ. നിന്നോട് വനവാസത്തിന് കൽപ്പിച്ചത് എന്തിനാണ്? രാജാവ് കൈകേയിക്ക് വരമായി എല്ലാം കൊടുത്തോട്ടെ. നീ കൈകേയിക്കും രാജാവിനും എന്ത് അപരാധമാണ് കുഞ്ഞെ ചെയ്തത്? അച്ഛൻ നിനക്കെങ്ങനെ ബഹുമാന്യനാണോ, അമ്മയായ ഞാൻ അതിനേക്കാൾ ബഹുമാന്യയാണ്. അച്ഛൻ വനത്തിനു പോകാൻ നിന്നോട് കൽപ്പിച്ചുവെങ്കിൽ പോകരുതേ എന്ന് ഞാൻ തടുക്കുകയാണ്. എൻ്റെ വാക്കിനെ അവഗണിച്ച് രാജാവിൻ്റെ വാക്കിനെ മാനിച്ച് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും പ്രാണത്യാഗം ചെയ്തൊരു പരലോകത്തേക്ക് പോകും. കൗസല്യ ഇത്രയും പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് ജ്വലിച്ചു. 3 ലോകങ്ങളെയും ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കിക്കൊണ്ട് രാമനോട് പറഞ്ഞു, ബുദ്ധിക്ക് സ്ഥിരതയും മനസ്സിന് ഉറപ്പുമില്ലാത്തവനും കൈകേയിക്കു വശഗതനുമായ രാജാവിനെ ഞാൻ പിടിച്ചു ബന്ധിക്കുന്നുണ്ട്. ഭരതനെയും ബന്ധുക്കളെയും കൊല്ലുന്നുമുണ്ട്. ജ്യേഷ്ഠ, അങ്ങ് അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. ഞാൻ വില്ലും ധരിച്ച് തയ്യാറായി നിൽക്കും. അഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കുന്നവരെ എല്ലാം ഞാൻ നിശ്ചയമായും കൊല്ലും. ഇങ്ങനെ പറയുന്ന ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു. ഈ ലക്ഷ്മണോപദേശം ഇവിടെ മുതൽ ആരംഭിക്കുക. വളരെ ബൃഹത്തായ ഭാഗമാണ്. ലക്ഷ്മണ, നീ ശൂരനാണ്, പരാക്രമശാലിയാണ്, എൻ്റെ ഹിതത്തിൽ അത്യന്തം താല്പര്യമുള്ളവനാണ്. ഇതെല്ലാം എനിക്കറിയാം. എങ്കിലും ഇത് പൗരുഷം കാണിക്കാൻ പറ്റിയ സമയമല്ല. ശരീരവും രാജ്യവും ലോകത്തിലെ സുഖപദാർത്ഥങ്ങളും സത്യമായിരുന്നു എങ്കിൽ നിന്റെ ഈ പരിശ്രമം പ്രയോജനകരമായി തീർന്നേനെ. ശാരീരിക സുഖങ്ങൾ മേഘത്തിലെ മിന്നൽ പോലെ അല്പസമയം മാത്രം നിന്നു മറയുന്നവയാണ്. ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ആയുസ് അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ആത്മസാക്ഷാത്കാരത്തിന് എന്തിന് പ്രയത്നിക്കണം എന്നതിൻ്റെ ആ അടിസ്ഥാന കാരണങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഈ ശാരീരിക സുഖങ്ങൾ മേഘത്തിലെ മിന്നൽ പോലെ അല്പസമയം മാത്രം നിന്ന് മറയുന്നവയാണ്. എന്നാൽ ആത്മസുഖമോ അഖണ്ഡ സുഖാനുഭൂതിയാണ്. സർവ്വജീവജാലങ്ങളും കൊതിക്കുന്നത് എന്തുവാ? ഈ സുഖവും ശാന്തിയുമാണ്. പക്ഷേ ഇന്ദ്രിയങ്ങളിൽ കൂടി അവ ലഭ്യമാക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചും കൂടുതലും അനുഭവിക്കുന്നത് ദുഃഖമാണ്.
എന്നാൽ ഈ അഖണ്ഡ സുഖാനുഭൂതിയെ പ്രാപിക്കാൻ മറ്റുള്ള ജീവികൾക്ക് പറ്റുമോ? ഒട്ടും പറ്റത്തുമില്ല. പിന്നെ ഈ മനുഷ്യജന്മത്തിലേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ആ മനുഷ്യജന്മം ഈ അഖണ്ഡ സുഖാനുഭൂതി സമ്പാദിക്കാൻ പ്രയത്നിക്കാതെ ഈ തുച്ഛമായ സുഖങ്ങളിൽ മിന്നൽ പോലെ ഉണ്ടായി മറയുന്നതായ, അല്പമൊന്ന് പ്രകാശിച്ചു മറയുന്നതായ ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ച് അഖണ്ഡ സുഖാനുഭൂതിക്ക് വേണ്ടി പരിശ്രമിക്കാതെ ജീവിതം വ്യർത്ഥമാക്കി കളയുന്നതിൻ്റെ ആ വ്യർത്ഥത അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ആയുസ് അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പാമ്പിൻ്റെ വായിൽപ്പെട്ട തവള സമീപത്തുള്ള പാറ്റകളെ പിടിച്ചു തിന്നാൻ ശ്രമിക്കാറില്ലേ? അതുപോലെയല്ലേ കാലസർപ്പത്തിൻ്റെ വായിലേക്ക് അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവൻ അല്പകാലം മാത്രം നിലനിൽക്കുന്ന ശാരീരിക സുഖങ്ങളെ ആഗ്രഹിക്കുന്നത്. സുഖത്തിനു വേണ്ടി മനുഷ്യൻ രാവും പകലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേഹം നമ്മളിൽ നിന്ന് വേറെയല്ലേ? ദേഹമല്ലേ സുഖം അനുഭവിക്കുന്നത്? ശരീരത്തിനു സാക്ഷിയായ വ്യക്തിക്ക് ശരീരസുഖം എങ്ങനെ തൻ്റെ സുഖമാവും? വളരെ പ്രധാനപ്പെട്ടതായ തത്വങ്ങളാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, ബന്ധുക്കൾ ഇവരോടുള്ള ചേർച്ച യാത്രക്കാർക്ക് വഴിയമ്പലത്തിൽ, അതായത് കാൽനട യാത്രക്കാർക്ക് രാത്രി വിശ്രമിക്കാനുള്ള സങ്കേതങ്ങളായിരുന്നു വഴിയമ്പലങ്ങൾ പണ്ട്. അങ്ങനെ ഈ വഴിയമ്പലങ്ങളിൽ കണ്ടു പരിചയപ്പെടുന്ന പോലെ വെറും താൽക്കാലികമല്ലേ? നദികളിൽ ഒഴുകി വരുന്ന മരത്തടികൾ തമ്മിൽ കണ്ടുമുട്ടുകയും അകന്നു പോവുകയും ചെയ്യുന്നതുപോലെ നൈമിഷികമല്ലേ? ഐശ്വര്യം നിഴൽ പോലെ വളർന്നും ക്ഷയിച്ചും കാണപ്പെടുകയാണ്. വെള്ളത്തിലെ തിരമാല പോലെ യൗവനം അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീസുഖം സ്വപ്നം പോലെ താൽക്കാലികവും തുച്ഛവുമാണ്. എന്നിട്ടും മനുഷ്യർ ഇവയിൽ വിശ്വസിക്കുന്നുവല്ലോ. കഷ്ടം തന്നെ. ഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. സംസാരസുഖം സ്വപ്നം പോലെ മനസ്സിൻ്റെ വെറും തോന്നലാണ്. പലവിധ രോഗങ്ങളോട് കൂടിയതാണ് ജീവിതം. ഗന്ധർവ നഗരം പോലെ മനസ്സിൻ്റെ ഭാവന മാത്രമാണ്. ബുദ്ധിയില്ലാത്തവരാണ് ശാരീരിക സുഖങ്ങളുടെ പിന്നാലെ പായുന്നത്. ഓരോ ദിവസവും ആദിത്യൻ്റെ ഉദയാസ്തമയങ്ങളോട് ആയുസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അതാരും ഓർക്കുന്നില്ല. മറ്റുള്ളവരുടെ ജരയും മരണവും കണ്ടിട്ടും തന്നെയും അവ ബാധിക്കും എന്ന് ഓർക്കുന്നില്ലല്ലോ. ഇത് പകൽ, ഇത് രാത്രി എന്നിങ്ങനെ വിചാരിച്ചു മൂഢന്മാർ ശാരീരിക സുഖങ്ങളിൽ മുഴുകി കഴിയുകയാണ്. കാലം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നും ഈ സുഖപദാർത്ഥങ്ങൾക്കും അവയെ അനുഭവിക്കുന്ന ശരീരത്തിനും ശാശ്വതത്വമില്ല എന്നും ഓർക്കുന്നില്ല. ചൂളയ്ക്ക് വെച്ച് വേവിക്കാത്ത കുടത്തിൽ വെച്ച വെള്ളം എന്ന പോലെ ആയുസ് അനുനിമിഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. രോഗങ്ങൾ ശത്രുക്കളെപ്പോലെ ശരീരത്തെ പീഡിപ്പിക്കുന്നു. വാർദ്ധക്യം പെൺപുലിയെപ്പോലെ ആക്രമിക്കാൻ തയ്യാറായി മുമ്പിൽ നിൽക്കുന്നു. മൃത്യു ജനനത്തോടൊന്നിച്ചു തന്നെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് സമയം കാത്തു നിൽക്കുന്നു. ശരീരമാണ് താനെന്ന അഭിമാനത്താൽ ഞാൻ ലോകപ്രസിദ്ധനായ ചക്രവർത്തിയാണ് എന്ന് വിചാരിക്കുന്നു. മരിച്ചാൽ ദഹിപ്പിക്കുകയാണെങ്കിൽ ഭസ്മവും, കുഴിച്ചിട്ടാൽ കൃമിയും, ഏതെങ്കിലും ജീവികൾ തിന്നാൽ അവയുടെ കാഷ്ടവുമായി മാറുന്നതല്ലേ ഈ ശരീരം. ഈ ശരീരത്തെ താനായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ കീർത്തിമാനാണ്, ചക്രവർത്തിയാണ് എന്നെല്ലാം അഭിമാനിക്കുന്നത്. തൊലി, എല്ല്, മാംസം, മലം, മൂത്രം, ചലം, രക്തം മുതലായവ കൂടിച്ചേർന്നതും അനുനിമിഷം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതും മാറിക്കൊണ്ടിരിക്കുന്നതുമല്ലേ ശരീരം. ആ ശരീരം എങ്ങനെയാണ് താനാവുക? അനുജ, ശരീരാഭിമാനത്തെ അവലംബിച്ചല്ലേ നീ ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കാൻ പുറപ്പെടുന്നത്? ദേഹാഭിമാനം കൊണ്ടാണ് എല്ലാവിധ ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. ദേഹമാണ് ഞാനെന്ന തോന്നലാണ് അവിദ്യ. പ്രധാനമായൊരു പോയിന്റാണ്. ദേഹമാണ് ഞാനെന്ന് തോന്നലാണ് അവിദ്യ. ഞാൻ ദേഹമല്ല, ജ്ഞാനസ്വരൂപനായ ആത്മാവാണ് എന്ന ബോധമാണ് വിദ്യ. അവിദ്യ
സംസാരബന്ധത്തിനും വിദ്യ സംസാരമോചനത്തിനും കാരണമാണ്. അതിനാൽ സംസാരബന്ധത്തിൽ നിന്നു മോചനം ആഗ്രഹിക്കുന്നവർ വിദ്യ ഉണ്ടാവാനായിട്ടാണ് പ്രയത്നിക്കേണ്ടത്. കാമം, ക്രോധം മുതലായ വികാരങ്ങൾ വിദ്യയ്ക്ക് വിരോധികളാണ്. അവയിൽ വെച്ച് ക്രോധം മോക്ഷത്തിന് അത്യന്തം വിരോധിയാണ്. ക്രോധം ആവേശിച്ച മനുഷ്യൻ അച്ഛൻ, സഹോദരൻ, സുഹൃത്തുക്കൾ എന്നിവരെ പോലും കൊല്ലും. മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത് ക്രോധമാണ്. ക്രോധം സംസാരബന്ധത്തിന് കാരണമാണ്. ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതാണ് ക്രോധം. അതിനാൽ ക്രോധത്തെ നിശേഷം ഉപേക്ഷിക്കൂ. ക്രോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. പോരാ പോരാ എന്ന് തോന്നലാകുന്ന തൃഷ്ണയാണ് വൈതരണീ നദി. നരകത്തെ ചുറ്റി ഒഴുകുന്നതും ക്ലേശങ്ങൾ നിറഞ്ഞതും കടക്കാൻ അത്യന്തം പ്രയാസമുള്ളതുമാണ് വൈതരണി എന്ന ഈ നദി. സന്തോഷം നന്ദനോദ്യാനമാണ്. സ്വർഗത്തിലെ ഉദ്യാനമാണ് നന്ദനം. മനസ്സിൻ്റെ ശാന്തതയാണ് കാമധേനു. എന്താ, സർവ അഭീഷ്ടങ്ങളും ചുരത്തിത്തരുന്ന സ്വർഗത്തിലെ പശുവാണ് കാമധേനു. ആ കാമധേനു എന്താണെന്ന് പറയുന്നത്? മനസ്സിൻ്റെ ശാന്തത. അതിനാൽ ശാന്തിയെ, അതായത് മനസ്സിൻ്റെ സമനിലയെ അവലംബിക്കൂ. എന്നാൽ പിന്നെ ശത്രുക്കളെ ഉണ്ടാവില്ല. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിക നാരായണ ജയ എന്ന് ഭാഗവത കീർത്തനത്തിൽ പറയും. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി ഇവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനും യാതൊരു മാലിന്യവും ബാധിക്കാത്തതിനാൽ നിത്യശുദ്ധനും പ്രകാശസ്വരൂപിയും വികാരങ്ങൾ ഇല്ലാത്തവനും സ്വരൂപമില്ലാത്തവനുമാണ് ആത്മാവ്. പിന്നെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഓരോ നാമരൂപങ്ങളൊക്കെ കൽപ്പിക്കുന്നു എന്ന് മാത്രം. ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്ക് അതീതനായ ആത്മാവാണ് താൻ എന്ന് ബോധിക്കാതിരിക്കുന്ന കാലത്തോളം സംസാര ദുഃഖങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും. മരണഭയം ഒഴിയുകയില്ല. അതിനാൽ ശരീരാദികളിൽ നിന്ന് ഭിന്നമായ ആത്മാവാണ് താൻ എന്ന് എപ്പോഴും ഹൃദയത്തിൽ ഭാവന ചെയ്യൂ. ആ ബോധത്തിനു മറവില്ലാതെ തന്നെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവ കൊണ്ട് അത്യാവശ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യും. പ്രാരബ്ധ കർമ്മം അനുസരിച്ച് വന്നു ചേരുന്ന കർമ്മങ്ങളെ ആചരിക്കുകയും വേണം. എന്നാൽ കർമ്മങ്ങൾ വാസനകളായി ബന്ധകാരണമായി തീരില്ല. പുറമേ കർമ്മങ്ങൾ ചെയ്താലും ആത്മാവാണ് താനെന്ന ബോധം ഉള്ളിൽ ദൃഢമായിട്ടുണ്ടായാൽ മതി. കർമ്മങ്ങൾ നിന്നെ ബാധിക്കില്ല, സംസാര ദുഃഖങ്ങളും ബാധിക്കില്ല. ഇത്രയും ലക്ഷ്മണന് ഉപദേശിച്ച ശേഷം ഭഗവാൻ കൗസല്യയോട് പറയുക, അമ്മേ, അവിടുന്ന് ഞാൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുത്തത് വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. അതുപോലെ നമ്മളും ഇത് നമുക്ക് വേണ്ടി പറയുന്നതാണേ കഥാസ്വരൂപത്തിൽ. എൻ്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ച് ജീവിക്കൂ. എന്നാൽ അമ്മയെ സംസാര ദുഃഖങ്ങളൊന്നും ബാധിക്കില്ല. നദിയിലൂടെ ഒഴുകി വരുന്ന തോണികൾ പരസ്പരം കാണുന്നു, കുറച്ചു ദൂരം ഒന്നിച്ച് സഞ്ചരിക്കുന്നു, പിന്നീട് അകന്നു പോകുന്നു. ഇതുപോലെയാണ് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനായി വരുന്ന ജീവന്മാരുടെയും അവസ്ഥ. മക്കളൊക്കെ നമ്മുടെ പ്രാരബ്ധങ്ങളാണ്. ഭാര്യ, മക്കള്, ഭർത്താവ് ഇതൊക്കെ പ്രാരബ്ധാനുഭവങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം വന്നു ചേർന്നത് മാത്രമാണ്, ശാശ്വതമല്ല എന്ന് സാരം. കണ്ടുമുട്ടുന്നു, ഒന്നിച്ച് താമസിക്കുന്നു, അല്പ ദിവസങ്ങൾ കഴിഞ്ഞാൽ അകന്നു പോകുന്നു. 14 കൊല്ലക്കാലം വേഗം കഴിയും. ഇത് മനസ്സിലാക്കി ദുഃഖമകറ്റി അമ്മ എനിക്ക് വനവാസത്തിന് സമ്മതം തരും. എന്നാൽ എനിക്ക് കാട്ടിലെ താമസം സുഖകരമായി തീരും. ഇങ്ങനെ പറഞ്ഞ് രാമൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു. മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി കൗസല്യ ആശീർവാദം ചെയ്തു. രാമ, എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും നിന്നെ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും രക്ഷിക്കട്ടെ. ഇപ്രകാരം പ്രാർത്ഥിച്ച് രാമനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു വനയാത്രയ്ക്ക് അനുമതി നൽകി യാത്രയാക്കിയ ആ അമ്മ. ഓ ഭഗവാനെ! രാമന്റെ ഉപദേശം കേട്ടതോടെ സന്തോഷ അശ്രുക്കളാൽ തൊണ്ടയിടറിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങയുടെ ഉപദേശം കൊണ്ട് എൻ്റെ സംശയം തീർന്നിരിക്കുന്നു.
കാട്ടിൽ അങ്ങയെ സേവിക്കാനായി ഞാനും പിന്നാലെ വരും. അതിനെന്നെ അനുവദിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും. ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ ഇവിടെ ലക്ഷ്മണൻ പറയുക, എല്ലാം എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ കൂടെ കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും. ഇതൊക്കെ തന്നെ ശരി, അങ്ങനെ തന്നെ എന്ന് രാമൻ ലക്ഷ്മണൻ അനുവാദം നൽകി. സീതയെ സമാധാനിപ്പിക്കാനായി രാമൻ അന്തഃപുരത്തിലേക്ക് ചെന്നു. ഭർത്താവ് വരുന്നത് കണ്ട സീതാദേവി പുഞ്ചിരിയോടെ എതിരേറ്റ് സ്വീകരിച്ചു. ഇപ്പോഴൊക്കെയാണെങ്കിൽ ഭർത്താവ് കയറി വരുന്ന കണ്ടാൽ പെണ്ണുമുള്ള സീരിയലും കണ്ടുകൊണ്ട് അവിടെ തന്നെ കുത്തിയിരുന്നോളും. അത്രയേ ഉള്ളൂ. മാറ്റമായി. സ്വർണ്ണപാത്രത്തിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ട് ഭക്തിയോടെ കാല് കഴുകിപ്പിച്ചു. പട്ടാഭിഷേകം കഴിഞ്ഞ് പരിവാര സമേതം വരുമെന്നാണ് സീത പ്രതീക്ഷിച്ചത്. രാമനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ സീത ചോദിച്ചു, എന്താണ് അങ്ങ് ഒറ്റയ്ക്ക് വന്നത്? വെൺകൊറ്റക്കുട എവിടെ? വാദ്യങ്ങൾ മുഴങ്ങുന്നില്ലല്ലോ, കിരീടം മുതലേ അലങ്കാരങ്ങൾ കാണാനില്ലല്ലോ. സാമന്ത രാജാക്കന്മാരുടെ അകമ്പടി കൂടാതെ ബന്ധപ്പെട്ടു വന്നതിന് വല്ല കാരണവും ഉണ്ടോ? സീതാദേവി ഇങ്ങനെ ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ മറുപടി പറഞ്ഞു, രാജാവ് എനിക്ക് ദണ്ഡകാരണ്യത്തിൽ രാജ്യം തന്നിരിക്കുന്നു, അത് ഭരിക്കാനായി ഞാൻ വേഗം വനത്തിലേക്ക് പോകുക. തമാശ രൂപത്തിലാണ് എപ്പോഴും ഭഗവാൻ പറയുന്നത്. ഭവതി എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ താമസിക്കൂ. ഞാൻ പറയുന്നത് സത്യമാണ്. രാജാവ് ഭർത്താവിനെ കാട്ടിലേക്ക് അയച്ചു എന്നു കേട്ട സീത ശരിക്കും ഞെട്ടിപ്പോയി. അത്ര വലിയ കുറ്റം ചെയ്തവരെ മാത്രമേ കാട്ടിലേക്ക് നാട് കടത്താറുള്ളേ. പരിഭ്രമത്തോട് സീത ചോദിച്ചു, രാജാവ് എന്താണ് അങ്ങേക്ക് വനരാജ്യം തരാൻ കാരണം? ശ്രീരാമൻ മറുപടി പറഞ്ഞു, അച്ഛൻ കൈകേയി അമ്മയ്ക്ക് 2 വരങ്ങൾ കൊടുത്തിരുന്നു. അതിലൊരു വരം കൊണ്ട് ഭരതന്റെ രാജ്യവും 2ാമത്തെ വരം കൊണ്ട് എനിക്ക് 14 കൊല്ലം വനവാസവുമാണ് ചെറിയമ്മ ആവശ്യപ്പെട്ടത്. സത്യം മാത്രം പറയുന്ന അച്ഛൻ ആ 2 വരങ്ങളും കൊടുത്തു. അതിനാൽ ഞാൻ ഉടനെ കാട്ടിലേക്ക് പോകുന്നു. ഭവതി തടസ്സം പറയരുത്. രാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ സീത സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ മുൻപിലായി കാട്ടിലേക്ക് നടക്കാം. അങ്ങ് എന്നെ അനുഗമിച്ചാൽ മതി. എന്നെ കൂടാതെ വനവാസത്തിന് പോകുന്നത് അങ്ങേക്ക് തീരെ ഉചിതമല്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും തൻ്റെ ഇഷ്ടം മാത്രം പറയുന്നവളുമായ സീതയോട് രാമൻ പറഞ്ഞു, പുലി മുതലായ ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ കാട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് നിന്നെ കൊണ്ടുപോകുക സീതേ? കാട്ടിൽ മനുഷ്യരെ തിന്നുന്ന ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാർ ധാരാളമുണ്ട്. സിംഹം, പുലി, പന്നി മുതലായ ദുഷ്ടമൃഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാട്. കയ്പും പുളിയും ചവർപ്പുമുള്ള ഫലമൂലങ്ങളാണ് ആഹാരത്തിന് കിട്ടുക. നാട്ടിലെ പലഹാരങ്ങളൊന്നും കാട്ടിൽ കിട്ടില്ല. ആഹാരത്തിന് അതാതു കാലത്ത് കായയും കിഴങ്ങും ചിലപ്പോൾ കിട്ടിയെന്നു വരാം, എപ്പോഴും കിട്ടിയില്ല എന്നും വരാം. സഞ്ചരിക്കാൻ നല്ല വഴി പോലും കാണില്ല. കല്ലും മുള്ളും നിറഞ്ഞ ഒറ്റയടിപ്പാതയിലൂടെ നടക്കേണ്ടി വരും. ചീവീടുകളുടെ കർണകഠോര ശബ്ദവും കൊതുക്, ഈച്ച എന്നിവയുടെ കടിയും സഹിച്ച് വല്ല ഗുഹകളിലും രാത്രി കിടന്ന് ഉറങ്ങേണ്ടി വരും. ദണ്ഡകാരണ്യം ഇങ്ങനെ അസംഖ്യം ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ദണ്ഡക അരണ്യം, അതായത് നമ്മളെ തന്നെ ദണ്ഡിപ്പിക്കുക. ശരീരമല്ല ഞാൻ എന്ന ബോധത്തോടുകൂടി, ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന ബോധത്തോടും കൂടി എത്രത്തോളം ശാരീരിക സുഖങ്ങളെ ഉപേക്ഷിച്ച് ഈ ദണ്ഡിപ്പിച്ച്, അതായത് അന്നാരത്തും മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉണ്ടാകുന്നതായ ആ വേദന, അതാണ് ദണ്ഡം. അതിനെയൊക്കെ സഹിച്ച് ജീവിക്കുന്നതാണ് തപസ്സേ. അതാണ് ഈ ദണ്ഡകാരണത്തിൻ്റെ ഈ വ്യാഖ്യാനം. ദണ്ഡകാരണ്യം ഇങ്ങനെ അസംഖ്യം ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. കാൽനടയായി തന്നെ സഞ്ചരിക്കേണ്ടി വരും. കാട്ടിലെ അസഹ്യമായ ചൂടും തണുപ്പും സഹിക്കേണ്ടി വരും. ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാരെ കണ്ടാൽ തന്നെ ഭയം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഭവതി വനത്തിലേക്ക് പോരേണ്ട, ഇവിടെ അരമനയിൽ താമസിച്ചാൽ മതി. 14 കൊല്ലം കഴിഞ്ഞ് ഞാൻ വേഗം മടങ്ങി വരാം. താൻ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവ് തന്നെ കൂടാതെ വനത്തിലേക്ക് പോകാൻ തീർച്ചയാക്കി പറഞ്ഞതായ ന്യായവാദങ്ങൾ കേട്ടപ്പോൾ സീതയ്ക്ക് അത്യന്തം സങ്കടവും കോപവും വന്നു. ചുണ്ടു വിറച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മപത്നിയും പരിവ്രതയുമായ എന്നെ എന്താണ് അങ്ങ് ഉപേക്ഷിക്കാൻ നോക്കുന്നത്? ഞാൻ അങ്ങയെ സർവാത്മന ആശ്രയിച്ചവളല്ലേ? യാതൊരു പാപവും ചെയ്യാത്തവളല്ലേ? അങ്ങ് കർമ്മമറിയുന്ന ദയാലുവല്ലേ? അങ്ങയുടെ സമീപത്തിരിക്കുന്ന എന്നെ രാക്ഷസന്മാർക്കോ ദുഷ്ടമൃഗങ്ങൾക്കോ ബാധിക്കാൻ കഴിയുമോ? അങ്ങ് കഴിച്ചു ബാക്കി വരുന്ന ഫലമൂലങ്ങൾ ഞാൻ അമൃതതുല്യം ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം.
അങ്ങയോട് ഒന്നിച്ച് സഞ്ചരിക്കുന്ന എനിക്ക് കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ പൂക്കളെ കൊണ്ട് പരവതാനി വിരിച്ച പോലെ സുഖകരമായിട്ട് അനുഭവപ്പെടും. കാട്ടിൽ ഞാൻ ഒരു വിധത്തിലും അങ്ങയെ ക്ലേശിപ്പിക്കില്ല. അങ്ങേക്ക് സഹായിയായി ജീവിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ജ്യോതിശാസ്ത്ര വിശാരദനായ ഒരു ബ്രാഹ്മണൻ ജാതകം നോക്കി നിനക്ക് ഭർത്താവ് ഒന്നിച്ചു വനവാസം വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നും ഈ ജ്യോതിഷമൊക്കെ ഉണ്ട് അപ്പോഴും അല്ലേ. അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമായി തീരട്ടെ. ഈ വക കാരണങ്ങളാൽ കാട്ടിലേക്ക് ഞാനും അങ്ങയെ അനുഗമിക്കുന്നുണ്ട്. വനത്തിൽ അങ്ങേക്ക് സഹായകരമായ വിധത്തിലേ ഞാൻ പെരുമാറുകയുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടോ അങ്ങയുടെ മനസ്സറിയുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പ്രാണനെ ഉപേക്ഷിക്കും. എല്ലാവരും പറയുന്ന പ്രാണനെ ഉപേക്ഷിക്കുമെന്നാണ്. എല്ലാവർക്കും അതേ പറയാനുള്ളൂ. ഇങ്ങനെ സീത തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഭവതിയും കൂടെ വനത്തിലേക്ക് വന്നുകൊള്ളൂ എന്ന് രാമൻ പറഞ്ഞു. വേഗം പുറപ്പെടണം. ഗുരുപത്നിയായ അരുന്ധതിക്ക് ആഭരണങ്ങളെല്ലാം ദാനം ചെയ്യും. ബ്രാഹ്മണർക്ക് ധാരാളം ധനം നൽകി നമുക്ക് കാട്ടിലേക്ക് പോകാം. അതാണ് ഈ തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ്. അപ്പോഴെല്ലാവർക്കും ദാനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മകർമ്മങ്ങളിൽ ഒന്നാണ് ദാനം. അത് ചെയ്തിട്ട് വേണം പോകാൻ. അതാണ് ശുഭ ലക്ഷണം. ഇങ്ങനെ പറഞ്ഞ ശേഷം ലക്ഷ്മണനോട് ബ്രാഹ്മണരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. ഗൃഹസ്ഥരായ ബ്രാഹ്മണർക്ക് രാമൻ ധാരാളം പശുക്കൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ദാനം ചെയ്തു. സീത തൻ്റെ വില പിടിച്ച ആഭരണങ്ങൾ അരുന്ധതിക്ക് കൊടുത്തു. നമ്മൾ വല്ലതും അങ്ങ് കൊടുക്കുമോ? ഇതാണ് ത്യജിക്കുവാനുള്ളതായ കരുത്ത്. അതവിടെ എടുത്ത് കാണിക്കുക. തപസ്സിന് പോകണമെങ്കിൽ ത്യജിക്കാനുള്ള കരുത്താണ്. രാമൻ അമ്മയുടെ അന്തഃപുരത്തിലെ ഭൃത്യന്മാർക്കും തൻ്റെ സേവകന്മാർക്കും ധാരാളം ധനം നൽകി. ലക്ഷ്മണൻ സുമിത്രയെ കൗസല്യെ ഏൽപ്പിച്ചു. വില്ലും ധരിച്ച് രാമൻ്റെ മുമ്പിൽ വന്നു നിന്നു. രാമനും സീതയും ലക്ഷ്മണനും അച്ഛൻ്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. രാമൻ രാജമാർഗത്തിലുള്ള സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് കാൽനടയായി നടന്നു. രണ്ടു ഭാഗത്തു നിൽക്കുന്ന പൗരന്മാരെ കാരുണ്യ കടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചു. നീലമേഘ ശ്യാമളനും കാമദേവനേക്കാൾ അനേകം മടങ്ങ് സുന്ദരനും ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന പാതാരവിന്ദങ്ങളോട് കൂടിയവനുമായ ശ്രീരാമൻ രാജമാർഗത്തിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിച്ച് ക്രോധാകാരത്തിൽ ദുഃഖപരവശനായി കിടക്കുന്ന അച്ഛൻ്റെ സമീപത്തിൽ എത്തിച്ചേരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ 4-ാം സർഗം സമാപ്തമാവുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.